വരണ പെൺകുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. മോളെ പോലെ തന്നെ നോക്കിക്കൊണ്ട് അവർക്ക് വേറെ എന്ത് പഠിക്കാനോ അല്ല വല്ല ജോലിക്ക് പോകാൻ താല്പര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഇവിടെ വേറെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ മാള അഷ്ടമിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് വിവേകിനെ കാണാനാണ്. വിവേകിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. വിവേകിന് 31 വയസ്സാണ് ആയത് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അവരോട് ചോദിക്കാം. കാണുന്നതാണ് വിവേകിൻ്റെ വീട്. വിവേക്, ഹായ്. നമസ്കാരം. നമസ്കാരം. ഇതാണ് വിവേക് കേട്ടോ. ഇത് വിവേകിൻ്റെ അമ്മയാണ്. അമ്മ സുഖമല്ലേ? സുഖമാണ്. അമ്മേൻ്റെ പേരെന്താ? സുധ. സുധ. ഓക്കെ, എന്നാലും ഇരുന്നാ നമുക്ക് കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കാം. വിവേക് എത്ര വരെയാണ് പഠിച്ചത്? ഞാൻ ഐ ടി കഴിഞ്ഞിട്ടൊരു ഡിപ്ലോമ ആയിരുന്നു പോയിരുന്നത്. +2 കഴിഞ്ഞ് ഐ ടി ഐക്ക് പോയി അല്ലേ? ആ ശരി. ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ കേരള ബിറ്റ്സ് കല്ലേറ്റിങ്ങര ഒരു കാലിത്തേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരി. അമ്മ, പിന്നെ നമുക്ക് എങ്ങനെയുള്ള പെൺകുട്ടീനെയാണ് വേണ്ടേ? ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമൊന്നുമില്ല. എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ വിവേക് അല്ലേ? കുഴപ്പമില്ല. ഒരു 31 സെയിം ഏജ് വരെ നോക്കാവോ, അല്ലെങ്കിൽ സെയിം ഏജ് വരെ നോക്കാം? വേറെ ഡിമാൻഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സാധാരണ ഒരു തക്കറില്ലാത്ത പെൺകുട്ടി, അല്ലാണ്ട് വലിയ ഡിമാൻഡിനൊന്നും പോണില്ല. നിങ്ങൾക്ക് എത്ര മക്കളുള്ള? 3 മക്കള്. 2 പെണ്ണും ഒരാണോ അല്ലേ? 2 പെണ്ണും ഒരാണ്. ഭർത്താവ് മരിച്ചിട്ട് എത്രയായി? 5 കൊല്ലമായി. 5 വർഷമായി. മക്കൾ 2 വർക്ക് ചെയ്യുന്നുണ്ടോ പെൺകുട്ടികളെ? ഒരാൾ ചെയ്യുന്നുണ്ട്, ഒരാൾ ചെയ്യുന്നില്ല. അത് ശരി. അപ്പോൾ നമുക്ക് 31 വയസ്സിൻ്റെ ഉള്ളിലുള്ള ദൂരമൊന്നും പ്രശ്നമില്ല. നല്ലൊരു വധുവിനെ കണ്ടെത്തണം. വേറെ എഡ്യൂക്കേഷനും കാര്യങ്ങളും അങ്ങനെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? നമുക്കങ്ങനെ ഒന്നും നോക്കുന്നില്ല. ഞങ്ങൾ ഈഴവര് തന്നെ പെട്ടത് തന്നെയാണ് കൂടുതലും നോക്കുന്നത്. വേറെ ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ഇവർ ഈഴവരാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇനിയിപ്പോൾ വേറെതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വിവേകിൻ്റെ ഹൈറ്റ് എത്രയാ? എൻ്റെ ഹൈറ്റ് 5 അടി 5 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത്. വിവേകിന് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയോ കടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സാമ്പത്തിക ബാധ്യതകളൊന്നും ഇല്ല. ഇപ്പോൾ ഈ പെൺപിള്ളേരാണ്, 2 പെങ്ങന്മാരാണല്ലോ. അപ്പോൾ ഈ വീട് കാര്യങ്ങളൊക്കെ വിവേകിൻ്റെ അല്ലേ? വീടും സ്ഥലം എൻ്റെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്. അതെ. അപ്പോൾ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജോലി കേരള ഫീഡ്സിൻ്റെ അതിൽ തന്നെയാണ്. കേരള ഫീഡ്സിൻ്റെ അത് ഗവൺമെൻറ്റിൻ്റെ ഇതിലാണോ? ഗവൺമെൻറ് സ്ഥാപനമാണ്. ഞാൻ അവിടെ 3 കൊല്ലമായി വർക്ക് ചെയ്യുന്നതാണ്. പെർമനന്റ് ആവാൻ സാധ്യത ഉണ്ടോ? പെർമനന്റ് ഇപ്പം ആരും എടുക്കണില്ല. എടുക്കണമെങ്കിൽ ചാൻസ് ഉണ്ടാവും. വരണ പെൺകുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. മോളെ പോലെ തന്നെ നോക്കിക്കൊണ്ട് അവർക്ക് വേറെ എന്ത് പഠിക്കാനോ അല്ല വല്ല ജോലിക്ക് പോകാൻ താല്പര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഇവിടെ വേറെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വിവേകും അമ്മയും തന്നെയാണ് ഇവിടെ ഉള്ള ഒരു സമാധാനമായിട്ടുള്ള നല്ലൊരു ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ വിവേകിനാണെങ്കിൽ ഏജ് 31 ആയിട്ടേ ഉള്ളൂല്ലോ. അപ്പോൾ ആ ഒരു ഏജിൻ്റെ 31 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനകൾ, ആദ്യ വിവാഹം തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് മുമ്പോട്ട് വരിക. പിന്നെ ജാതകം കാര്യങ്ങൾ അങ്ങനെ അതൊന്നും ഇപ്പം അങ്ങനെ നോക്കുന്നില്ല. ഒരു നല്ലൊരു പെൺകുട്ടി ആവുക, ഒരു സ്നേഹമുള്ള ഒരാളാവുക എന്നുള്ളതാണ് അതിന് കൂടി പോകാവുന്ന രീതിയിലുള്ള ഒരു നല്ല പെൺകുട്ടി. സ്വത്തും അതൊന്നും ഞങ്ങൾ നോക്കണമെന്നില്ല. അവർക്ക് എങ്ങനെ ജീവിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ഇവിടെയൊക്കെ ജീവിക്കാം. സാമ്പത്തികമൊന്നും നമ്മൾ നോക്കുന്നില്ല അല്ലേ? പാവപ്പെട്ട വീട്ടിൽ അങ്ങനെ എത്ര പാവപ്പെട്ട വീട്ടിലെ മക്കളാണെങ്കിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ? അവരെ അതായത് ദൂരവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വിവേകും അമ്മയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്ര തന്നെ നമുക്ക് പറയാനുള്ളൂ. 31 വയസ്സിൻ്റെ ഉള്ളിലുള്ള പാവപ്പെട്ട വീട്ടിലെ മക്കളായാലും കല്യാണം കഴിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ള നന്നായ മക്കളൊന്നും നമുക്ക് പ്രശ്നമില്ല. വയസ്സ് 31ൻ്റെ മുകളിലാവരുത്. ഇതിനെ കുട്ടീൻ്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, സാമ്പത്തികവും നോക്കുന്നില്ല. ഇനിയിപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവരെ പഠിക്കാനും ജോലിക്ക് വിടാനൊക്കെ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പെൺമക്കളൊക്കെ കല്യാണം കഴിച്ച് വിട്ടതാണ്. ഇപ്പോൾ വരുന്ന കുട്ടി അമ്മേൻ്റെ സ്വന്തം ഒരു മോളെപ്പോലെ ആ ഒരു കെയറിങ്ങിൽ തന്നെ നോക്കിക്കോളൂ. ഇവിടെ വേറെ യാതൊരു വിഷയങ്ങളില്ല, സാമ്പത്തിക പ്രശ്നവും കാര്യമൊന്നുമില്ല. ജോലിക്ക് പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ വീട് കാര്യങ്ങളുടെ വിവേകിൻ്റെ പേരിലാണ്. ഇവരൊരു സമാധാനപരമായിട്ടുള്ള ജീവിതമാണ്.
അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും നമുക്ക് പറ്റിയൊരാലോചന വരിക എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയാണെങ്കിൽ അത്രയും സന്തോഷം എന്നുള്ളതാണ്. പ്രയോറിറ്റി തൃശ്ശൂർ ജില്ലയാണ്. മറ്റുള്ള ജില്ലകളൊക്കെ നമുക്ക് ഓക്കെയാണ്. പെൺകുട്ടി നന്നാവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യട്ടോ. ഓക്കെ.